ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് പുറം കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളുടെ പാടത്ത് വെള്ളം കയറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3-4 ആഴ്ചയാവുന്നു. വെള്ളം കയറ്റുന്ന സമയത്ത് കുറച്ചധികം ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാകും, എങ്കിലും കാണാനൊരു ഭംഗിയാണ്. ഇനി അങ്ങോട്ട് മാവുകൾ പൂത്തും കായ്ച്ചും ഒക്കെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് ദിവസങ്ങളല്ലേ ഇനി കടന്നു പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലും 2-3 ടൈപ്പ് മാവുകളുണ്ട്. എല്ലാം പൂത്ത് ചെറുതായിട്ട് കണ്ണിമാങ്ങകളായി നിൽക്കുന്ന ഒരു സമയമാണിപ്പോ. മാവ് മാത്രമല്ല കേട്ടോ, പേരയ്ക്കയും ചാമ്പങ്ങയും മുള്ളാത്തയും ഒക്കെ നമുക്കിവിടെ ഉണ്ട്. ഒരുപാട് ചെടികളും ഒരുപാട് കൃഷികളും ഒക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പച്ചക്കറികളൊക്കെ ആയിട്ട് വെള്ളം കയറുന്ന സമയത്ത് അതെല്ലാം പോകും. പക്ഷെ എന്നിരുന്നാലും വെള്ളം ഇറങ്ങുന്ന ഒരു സമയമാകുമ്പോൾ വീണ്ടും നമ്മൾ നടാനും അതൊക്കെ കിളിപ്പിച്ച് കായ്കളൊക്കെ കാണാനൊക്കെയുള്ളൊരു സന്തോഷമാണ്. നമ്മുടെ ചാമ്പ ഇവിടെ പൂവിട്ടതാ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 ടൈപ്പ് ചാമ്പ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ആപ്പിൾ ചാമ്പങ്ങ പോലത്തെ വൈറ്റ് കളറിലെ ഉണ്ടായിരുന്നു. ഇത് റോസ് കളറിലെ നമ്മളെ സാധാ ചെറിയ ചാമ്പങ്ങയാണ്. മുള്ളാത്തയുണ്ട്. നമ്മൾ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ മുള്ളാത്ത. അത് ഏതൊരു സമയത്തും നമുക്ക് എപ്പോഴും കായ് തരുന്ന ഒരു മരമാണ്. ഒരുമാതിരി പാകമാകുന്ന സമയത്ത് നമ്മൾ പേരയ്ക്കയും ഇതെല്ലാം പറിച്ചു വെക്കാറാണ് പതിവ്. എങ്ങാനും കണ്ണു തെറ്റി കഴിഞ്ഞാൽ 1-2 ഒക്കെ നമ്മുടെ വവ്വാല കുട്ടന്മാരെ കടിക്കാറുണ്ട്. വെള്ളം കയറി വരുന്നു എന്ന് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. മഴ അങ്ങനെ ആയിട്ടില്ലല്ലോ. മഴ വരുവാണെങ്കിലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.